Good afternoon. Good afternoon. Afternoon, Miss. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ബ്ലഡ് ബാങ്ക് അല്ലെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. അപ്പോ എന്താ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്? ബ്ലഡ് ബാങ്ക് എന്താ? കളക്ട് ചെയ്ത് വെക്കുന്നു. ബ്ലഡ് കളക്ട് ചെയ്യുന്ന സ്ഥലം, അത് ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ബ്ലഡ് നമുക്കിപ്പോ ആർക്കെങ്കിലും നമുക്ക് ഡൊണേറ്റ് ചെയ്യണം. ഞാൻ ചോദിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ, ആരെങ്കിലും ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പൊ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളെയാണ് ഡോണർ എന്ന് പറയുന്നത്. ഡോണർ, DONOR, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ഡോണർ. അപ്പൊ ഈ ഡോണറിന്റെ അടുത്തുനിന്ന് ഇവിടെ ആർക്കടെയോ ഒരു മൈക്ക്, നീരവ് കൃഷ്ണ മ്യൂട്ട് ചെയ്തിട്ടേ. നീരവ്, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ബ്ലഡ് ഡോണറിന്റെ അടുത്ത് നിന്ന് ബ്ലഡ് കളക്ട് ചെയ്തിട്ട് അതില് ആന്റികൊയാഗുലന്റ്, ANTYCOYAGULANT, ആന്റികൊയാഗുലന്റ് എന്ന് പറയുന്ന ഒരു ഡ്രഗ്, ആന്റികൊയാഗുലന്റ് എന്ന് പറയുന്ന ഡ്രഗുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് ബ്ലഡ് ബാങ്കിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പൊ ബ്ലഡ് നമ്മുടെ ഡോണറിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന ബ്ലഡ് ആന്റികൊയാഗുലന്റ് എന്ന് പറയുന്ന ഒരു ഡ്രഗ്, എക്സാമ്പിൾ ആയിട്ട് ഹെപ്പാരിൻ ഒരു ആന്റികൊയാഗുലന്റ് ആണ്. അപ്പോ ആന്റികൊയാഗുലന്റ് എന്ന് പറയുന്ന ഒരു ഡ്രഗുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാങ്കിൽ അവന് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതിന് ആ ബ്ലഡ് കട്ടയാവാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഡ്രഗാണ് ആന്റികൊയാഗുലന്റ് എന്ന് പറയുന്നത്. ഈ ആന്റികൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബോഡിയിൽ എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ടെന്ന് അറിയോ? എത്ര ലിറ്റർ ഉണ്ട്? 5 ലിറ്റർ ബ്ലഡ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. നമ്മുടെ മനുഷ്യരില് 5 ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് ഉണ്ട്. ഇങ്ങനെ ബ്ലഡ് എങ്ങനെയാ നമ്മുടെ ബോഡിയിൽ കൂടെ അത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഓർഗനാണ് ഹാർട്ട്. ബ്ലഡ് പമ്പ് ചെയ്തിട്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡ് ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ തുടർന്നുകൊണ്ടിരിക്കും. എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞു 5 ലിറ്റർ ബ്ലഡ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ചെക്കപ്പുകൾ ചെയ്യണം. പ്രീ ഡൊണേഷൻ ചെക്കപ്പുകൾ നടത്തണം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പൊ നമ്മുടെ ബോഡി, നമ്മൾ ബ്ലഡ് കൊടുക്കാൻ നമ്മുടെ ബോഡി ഫിറ്റ് ആണോ, നമ്മുടെ ഫിസിക്കലി മെന്റലി നമ്മൾ സ്ട്രോങ് ആണോ, നമ്മുടെ ഏജ് ലിമിറ്റ് ഉണ്ട് അവിടെ 18 to 65, അതിന്റെ ഇടയിലായിരിക്കും. 18 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ളവർക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൂടാതെ വെയിറ്റ് 45 kg, 45 കിലോന് മുകളിലായിരിക്കണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ ഏജ് 18 മുതൽ 65 വയസ്സിന്റെ ഇടയിലായിരിക്കണം. വെയിറ്റ് 45 kg മുകളിലായിരിക്കണം. നമുക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ആവശ്യത്തിന് ബ്ലഡ് ഉണ്ടോ, ഫിസിക്കലി മെന്റലി അവർ സ്ട്രോങ് ആണ്. അതുകൂടാതെ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നമുക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടോ, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം, ആ ടെസ്റ്റുകൾ നടത്തിയതിന് ശേഷമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ പറയുന്ന ബ്ലഡില് 4 കമ്പോണൻസ് ഉള്ളത്. ഇത് ഇൻട്രൊഡക്ഷനിലേക്ക് വന്നിട്ടില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞതാണ്. ബ്ലഡില് 4 കമ്പോണന്റ്, RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ഇത് 4ഉം ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നോട്ടൊന്നും ചെയ്യേണ്ട. ബ്ലഡില് 4 കമ്പോണൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ബ്ലഡില് 4 കമ്പോണൻസ് ഉണ്ട്. അപ്പൊ ഈ ബ്ലഡ് ബ്ലഡ് ബാങ്കിൽ അവർ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ബ്ലഡ്
ഫുള്ളായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയല്ല ചെയ്യുന്നത്. അതിലെ ബ്ലഡിലെ ഓരോ കമ്പോണൻസും സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീനിലിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാങ്കിലേക്ക് അവർ മാറ്റുന്നത്. ബ്ലഡ് ബാങ്കിൽ അങ്ങനെയാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. ബ്ലഡിലെ ഓരോ കമ്പോണൻസും എന്ത് ചെയ്യുന്നു? സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഒരു മെഷീനിൽ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാങ്കിലേക്ക് മാറ്റി അവര് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതെന്ന് പറഞ്ഞപ്പോ അതെന്താ വെച്ചാൽ നമുക്കിപ്പോ ബ്ലഡ് നമുക്ക് ആർക്കെങ്കിലും എമർജൻസി ആയിട്ട് ബ്ലഡ് ഒക്കെ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാല് എല്ലാവർക്കും ഫുള്ള് ബ്ലഡ് കൊടുക്കേണ്ടി വരില്ല. ചിലർക്ക് RBC മതിയാവും. RBC റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയും. അപ്പൊ ബ്ലഡിലെ ഒരു കമ്പോണന്റ് ആയി RBC ആയിരിക്കും ചിലർക്ക് കുറവ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്താൽ മതി? ആ RBC മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതിയാവും. എന്നാൽ ചിലർക്കുടെ ബ്ലഡ് അവർക്ക് ആവശ്യം പ്ലേറ്റ്ലെറ്റ് ആയിരിക്കും. ബ്ലഡിലെ മറ്റൊരു കമ്പോണന്റ് ആയി പ്ലേറ്റ്ലെറ്റ് ആയിരിക്കും. അപ്പൊ അവർക്കെന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതിയാവും. ചിലർക്ക് WBCD ആയിരിക്കും കുറവ്. അപ്പൊ അവർക്ക് WBC മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതിയാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബ്ലഡിലെ ഓരോ കമ്പോണൻസും സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീനിലിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവര് ബ്ലഡ് ബാങ്കില് അവര് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അത്ര ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഏത് കമ്പോണൻസ് ആണോ നമുക്ക് ആവശ്യം അത് മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് ആ ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. ബ്ലഡ് ബാങ്ക് ഇൻട്രൊഡക്ഷൻ നോക്കിയേ. ബ്ലഡ് ബാങ്ക് അത് പിന്നെ ഈ നമുക്ക് ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ മെയിൽസിലാണെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ 300 ml ബ്ലഡ് എടുക്കുന്നത് കേട്ടോ. നമ്മുടെ ബോഡിയിൽ 300 ml 5 ലിറ്റർ ഉണ്ട്. അതിൽ 300 ml ബ്ലഡ് മാത്രമേ ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് എടുക്കുള്ളൂ. അത് മെയിൽസിലാണെങ്കിൽ 90 ദിവസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡൊണേഷൻ ചെയ്യാൻ പറ്റും. എന്നാൽ ഫീമെയിൽസിന്റെ കേസിൽ ചെറിയൊരു വ്യത്യാസം വരും. 120 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് അടുത്ത ഡൊണേഷൻ അവർക്ക് പറ്റത്തുള്ളൂ. എന്നാൽ ചിലർക്ക് നമ്മുടെ ഒരു ബാച്ചിൽ ഒരു കുട്ടി ഡൊണേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞു 90 ദിവസം കഴിഞ്ഞിട്ട് തന്നെ ഡൊണേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് പ്രശ്നമില്ല. നമ്മുടെ ബോഡിയിലെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴ് അത് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ മെയിൽസിന് 90 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ഡൊണേഷൻ ചെയ്യാൻ പറ്റും. ഫീമെയിൽസിന്റെ കേസിൽ 120 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് അടുത്ത ഡൊണേഷൻ സാധ്യമാവുള്ളൂ, ഡൊണേഷൻ പറ്റത്തുള്ളൂ. അപ്പൊ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് എന്താ? ഹോസ്പിറ്റൽ ലബോറട്ടറിയുടെ ഒരു ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇസ് എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ ലബോറട്ടറി. ഹോസ്പിറ്റൽ ലബോറട്ടറിയുടെ ഒരു ഭാഗമാണ്. അവിടെ ബ്ലഡ് എന്ത് ചെയ്യുന്നു? വേർ വി സ്റ്റോർ ദ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഇനി വെറുതെ സ്റ്റോർ ചെയ്യല്ല ചെയ്യുന്നത്. സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാ? പ്രോപ്പർ ടെസ്റ്റിംഗ്, പ്രോപ്പർ ആയിട്ട് ഓരോ ടെസ്റ്റിംഗ് നടത്തിയിട്ട് ബ്ലഡില് നമ്മളിങ്ങനെ ഓരോ ടെസ്റ്റിങ്ങുകളൊക്കെ നടത്തിയിട്ട് ബ്ലഡ് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അവിടെ നോക്കി എന്തിനാ ഇങ്ങനെ ബ്ലഡ് ഈ ടെസ്റ്റിംഗ് ചെയ്യുന്നത്? ടു അവോയ്ഡ് ദ റിസ്ക് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് പ്രോബ്ലംസ്. ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുക, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അത് ഞാൻ തരാം കേട്ടോ, നോട്ട് തരാം, ഇപ്പൊ എഴുതണ്ട. അപ്പൊ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിന്റെ റിസ്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ടെസ്റ്റിംഗ് ഒക്കെ നടത്തി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ പതോളജി ലബോറട്ടറിയുടെ കീഴിൽ വരുന്ന ഒരു ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അതായത് നമുക്ക് മാച്ചല്ലാത്ത ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ രോഗങ്ങൾ ഉണ്ടാവാം, ഡെത്ത് വരെ സംഭവിക്കാം. അൺസേഫ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് സേഫ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് നടത്തി നമ്മൾ ബ്ലഡ് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ് ബ്ലഡ് ബാങ്ക്. നിങ്ങളൊരു കാര്യം ചെയ്ത് ഹെഡിങ് ഒന്ന് കൊടുത്തേ, ബ്ലഡ് ബാങ്ക് ചാപ്റ്റർ 20 ബ്ലഡ് ബാങ്ക് എന്ന് ഹെഡിങ് കൊടുക്കുക. ബ്ലഡ് ബാങ്ക് ഒരു ചെറിയൊരു ഡെഫിനിഷൻ എഴുതാം. ഇതിനകത്ത് ഇച്ചിരി ലെങ്തി ആയിട്ട് ഇൻട്രൊഡക്ഷനിൽ തന്നേക്കുന്നത്. അതൊന്ന് ഷോർട്ട് ചെയ്ത് നിങ്ങൾക്കൊന്ന് കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാവുന്ന വേണ്ടി മാത്രം ഒരു ചെറുതായിട്ട് ഒരു ഡെഫിനിഷൻ ഒന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്ക് ഈസ് എ പാർട്ട് ഓഫ് PART. ബ്ലഡ് ബാങ്ക് ഈസ് എ part of hospital laboratory. LABORATORY
STORY, laboratory. Blood bank is a part of hospital laboratory where WHERE, where we store, 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 ശേഖരിക്കുക, where we store the blood, where we store the blood and do proper testing, testing, proper testing of blood, to avoid, AVOID, ഒഴിവാക്കുക, to avoid the risk, RISK, അപകടം, to avoid the risk of transfusion, TRANSFUSION, transfusion related, RELATED, transfusion related problems. ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ കയറിയ ഒരു കുഴപ്പമില്ല. എപ്പോഴും നമ്മൾ ഫസ്റ്റ് ആ ഒരു ഡെഫിനിഷൻ ഒന്ന് എഴുതിയുള്ളൂ. ബ്ലഡ് ബാങ്ക് ഈസ് എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ ലബോറട്ടറി വേർ വി സ്റ്റോർ ദ ബ്ലഡ് ആൻഡ് ടു ഡു പ്രോപ്പർ ടെസ്റ്റിംഗ് ഓഫ് ബ്ലഡ് ടു അവോയ്ഡ് ദ റിസ്ക് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് പ്രോബ്ലംസ്. അപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് ടെസ്റ്റിംഗ് ഒക്കെ നടത്തി ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ക്ലിയർ ആയോ? ഡെഫിനിഷൻ ക്ലിയർ ആണോ? ഓക്കെ, കിട്ടിയില്ല എല്ലാവർക്കും? ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. ഇത് തന്നെയാണ് പറയുന്നത്. ഒന്ന് നോക്കിയേ, ഇൻട്രൊഡക്ഷൻ. The term, ഒന്നുകൂടി പറയാട്ടോ, ഇതിനകത്ത് തന്നെ ഇത് തന്നെ വരുന്നുണ്ട്. നോക്കിയേ, ഇൻട്രൊഡക്ഷൻ. The term blood bank generally refers to a department of hospital. ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. Generally refers to a department of hospital, usually within a clinical pathology laboratory. അവിടെ ഒരു വേർഡാണ് പത്തോളജി. പത്തോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഡിസീസ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. പത്തോളജി, സ്റ്റഡി ഓഫ് ഡിസീസ്, രോഗങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പത്തോളജി, ഈസ് ദ സ്റ്റഡി ഓഫ് ഡിസീസ്. അപ്പൊ ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിയുടെ കീഴിൽ വരുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ എന്താ ചെയ്യുന്നത്? വെയർ ദ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് പ്രോഡക്ട്സ് ടേക്ക് പ്ലേസ്. അവിടെ ബ്ലഡ് പ്രോഡക്ട്സ്, ബ്ലഡിന്റെ ഓരോ കമ്പോണൻസും ബ്ലഡ് പ്രോഡക്ട്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആൻഡ് വെയർ ഫ്രീ ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ബ്ലഡ് കമ്പാറ്റബിലിറ്റി. കമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അനുയോജ്യമായ ടെസ്റ്റിംഗ് ഈസ് എക്സിക്യൂട്ടഡ്, നിർവഹിക്കുക. എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നിർവഹിക്കുക. അപ്പൊ പ്രോപ്പർ ആയിട്ട് അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റിങ്ങുകൾ നടത്തി, അതെന്തിനാ? പ്രീ ട്രാൻസ്ഫ്യൂഷന് മുന്നേ, ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് കൊടുക്കുന്ന പ്രോസസ്സാണ് ട്രാൻസ്ഫ്യൂഷൻ. അപ്പൊ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് മുന്നേ പ്രോപ്പർ ആയിട്ട് അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റിങ്ങുകളൊക്കെ നടത്തി ബ്ലഡ് സ്റ്റോർ ചെയ്യുന്ന ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിയുടെ ഉള്ളിൽ വരുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. പത്തോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഡിസീസ്, സ്റ്റഡി ഓഫ് ഡിസീസ്, രോഗങ്ങളെ കുറിച്ചുള്ള പഠനം. ഓക്കെ, രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പത്തോളജി. അപ്പൊ ക്ലിനിക്കൽ പത്തോളജി ലബോറട്ടറിയുടെ ഉള്ളിൽ വരുന്ന ഈ അനുയോജ്യമായുള്ള ടെസ്റ്റിങ്ങുകളൊക്കെ നടത്തി ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക്. ഇനി നോക്കിയേ, നെക്സ്റ്റ് സെന്റൻസ്. ബ്ലഡ് ബാങ്കിങ് ഇൻവോൾവ്സ് ദ ടാസ്ക് റിലേറ്റഡ് ടു ബ്ലഡ് കളക്ഷൻ, പ്രോസസിംഗ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. ബ്ലഡ് ബാങ്കിങ്ങിൽ നടക്കുന്ന ടാസ്കുകൾ എന്തൊക്കെയാ? അവിടെ നടക്കുന്ന കാര്യങ്ങള് നോക്കിയേ. ബ്ലഡ് ബാങ്ക് ഇൻവോൾവ്സ് ദ ടാസ്ക് റിലേറ്റഡ് ടു ഏതൊക്കെയാ? ബ്ലഡ് കളക്ഷൻ,
ബ്ലഡ് കളക്ഷൻ. ഓക്കെ, ബ്ലഡ് കളക്ട് ചെയ്യുന്നു, അവിടെ പല പ്രോസസ്സിംഗ് ചെയ്യുന്നു, ടെസ്റ്റുകൾ നടത്തുന്നു, സെപ്പറേഷൻ, ബ്ലഡിന്റെ ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്യുന്നു, ആൻഡ് സ്റ്റോറേജ്, എന്നിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇതൊക്കെ നോട്ടിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്നും നിങ്ങൾ എഴുതണ്ട, നോട്ടിലുണ്ട്. അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ പ്രിന്റ് എടുത്തോരെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന ടാസ്കുകൾ ഏതൊക്കെയാ? ബ്ലഡ് കളക്ഷൻ, പ്രോസസിംഗ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. അപ്പൊ എന്തൊക്കെ ടാസ്കുകളാണ് ബ്ലഡ് ബാങ്കിൽ നടക്കുന്നത്? ആരാ മനീഷ എന്ന് പറഞ്ഞേ, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്? ബ്ലഡ് ബാങ്ക് ഇൻവോൾവ്സ് ദ ടാസ്ക് റിലേറ്റഡ് ടു, ഏതൊക്കെ ബന്ധപ്പെട്ട ടാസ്കുകളാണ്? റിലേറ്റഡ് ടു മാം പറയാം. പ്രോസസ്, ബ്ലഡ് കളക്ഷൻ, പ്രോസസിംഗ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. ഓക്കെ, വെരി ഗുഡ്. ബ്ലഡ് കളക്ഷൻ, പ്രോസസിംഗ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. ഇത്രയും ടാസ്കുകളാണ് ബ്ലഡ് ബാങ്കിൽ നടക്കുന്നത്. ഇനി നോക്കിയേ, WHO. വാട്ട് ഈസ് ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് WHO? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡെവലപ്പ് എ ഗ്ലോബൽ അപ്രോച്ച് blood safety to curtail the burden of disease due to unsafe blood transfusion. ഇവിടെ നോക്കിയേ, WHO ഡെവലപ്പ് എ ഗ്ലോബൽ അപ്രോച്ച്. WHO ഒരു ഗ്ലോബൽ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഏതുമായിട്ട് ബന്ധപ്പെട്ട? safety to curtail the burden of disease due to unsafe blood transfusion. unsafe ആയിട്ടുള്ള, സുരക്ഷിതമല്ലാത്ത ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നത് വഴി ഉണ്ടാകുന്ന ഡിസീസുകൾ, അത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെയൊക്കെ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ ബേർഡൻ കുറയ്ക്കാൻ, കർട്ടൈൽ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്, കുറയ്ക്കുക. കർട്ടൈൽ, CURTAIL, കർട്ടൈൽ എന്ന് വെച്ചാൽ റെഡ്യൂസ്, കുറയ്ക്കുക. അത് അപ്പൊ അൺസേഫ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്ന വഴിയുള്ള ഡിസീസുകളിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് WHO ഒരു ഗ്ലോബൽ അപ്രോച്ച്, ബ്ലഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ഗ്ലോബൽ അപ്രോച്ച് ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. WHO develop a global approach to blood safety to curtail the burden of disease due to unsafe blood transfusion. അൺസേഫ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് WHO ബ്ലഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗ്ലോബൽ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കിയേ, ആൻ ആവറേജ് പേഴ്സൺ ക്യാരീസ് ഓൾമോസ്റ്റ് 5 liters of blood. നമ്മൾ പറഞ്ഞതല്ലേ, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആൻ ആവറേജ് പേഴ്സൺ ക്യാരീസ് ഓൾമോസ്റ്റ് ഡാഷ് ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ്. എത്ര ലിറ്ററാ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഉള്ളത്? എത്ര ലിറ്ററാ? 5 liters of blood ഉണ്ട്. It circulates the body through blood vessels and is pumped through the heart. അത് എന്ത് ചെയ്യുന്നു? അത് ബോഡിയിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ത്രൂ ബ്ലഡ് വെസൽസ്, ബ്ലഡ് വെസൽസിൽ കൂടെ, രക്തക്കുഴലുകളിലൂടെ ആ ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ഈസ് പമ്പ്ഡ് ടു ദ ഹാർട്ട്. ആരാ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഓർഗൻ ഏതാ? പമ്പിങ് ഓർഗൻ എന്ന് പറയുന്നത് ഹാർട്ട് അല്ലെ? നമ്മുടെ ഹാർട്ട്, ഹൃദയമാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്ന പമ്പിങ് ഓർഗൻ. അപ്പൊ ബ്ലഡ് ഇങ്ങനെ പമ്പ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ കൂടെ ഇങ്ങനെ എപ്പോഴും 5 liters ഓഫ് ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഞാൻ പറയുന്നത് നോട്ടിലില്ല കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ജനറൽ ആയിട്ടൊരു ഇത് പറഞ്ഞതേ. ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ മനുഷ്യ ഹൃദയത്തിന് 4 ചേംബർ ഉള്ളത്, 4 അറകളുണ്ട്. ഓക്കെ, മനുഷ്യ ഹൃദയത്തിന് 4 അറകള്. റൈറ്റ് ഏട്രിയം, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഞാൻ സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിള്, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഒന്ന് കേട്ടിരുന്നാൽ മതി കേട്ടോ. അപ്പൊ 4 അറകളുണ്ട്. റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കൽ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കൽ. നമ്മുടെ ശരീരത്തിലെ പല ഭാഗത്തു നിന്നുള്ള അശുദ്ധ രക്തം എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ബ്ലഡ് ആണ് അശുദ്ധ രക്തം. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലുള്ള ബ്ലഡ്, അപ്പൊ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ഹൃദയത്തിന്റെ റൈറ്റ് ഏട്രിയത്തിലേക്ക്, വലത് ഏട്രിയത്തിലേക്ക് വരും. അവിടെ നിന്ന് താഴെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരും.
അവിടെ നിന്ന് ആ ബ്ലഡ് നേരെ ലങ്സിലേക്ക്, ലങ്സിൽ എത്തുമ്പോ എന്താ, ഒരു എക്സ്ചേഞ്ച് അവിടെ നടക്കും. ലങ്സ് എന്ത് ചെയ്യുമെന്ന് അറിയോ? ഈ ലങ്സ് ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലങ്സ് എടുത്തിട്ട് ലങ്സിൽ നിന്ന് ഓക്സിജൻ തരും, ബ്ലഡിലേക്ക് തരും. ലങ്സിൽ ഒരു എക്സ്ചേഞ്ച് നടക്കും. കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജന് പുറത്തേക്ക് വിടും. അപ്പൊ ഓക്സിജൻ ബ്ലഡിലേക്ക് ഓക്സിജൻ വിടും. അപ്പൊ ബ്ലഡ് എന്തായി? പ്യുവർ ബ്ലഡ് ആയി, ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയി, പ്യുവർ ബ്ലഡ് ആയി. ആ ബ്ലഡ് നേരെ പോകുന്ന ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ്. ഇടത് ഏട്രിയത്തില് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോയിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വന്ന് അത് നേരെ ആർട്ടറീസ്, മഹാധമനികള്, അത് അയോർട്ട, മഹാധമനി എന്ന് പറഞ്ഞാൽ അയോർട്ട വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആ ശുദ്ധ രക്തം പോകുന്നു. അതാണ് ശരിക്കും ആ സർക്കുലേഷൻ. അപ്പൊ അങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ 5 liters ഓഫ് ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തിരിക്കും. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം നോട്ട് ചെയ്യണം, വെച്ചാൽ നമ്മളെ ബ്ലഡ്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബ്ലഡ്, അശുദ്ധ രക്തം, കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ബ്ലഡ് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന വെയിൻസ് ആണ്, സിരകള്, VEIN, വെയിൻസ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബ്ലഡ് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന വെയിൻസ്, VEINS, വെയിൻസ്. ശരി, ഇത് ഡയാലിസിസിലെ വെയിനും ആർട്ടറി ഒക്കെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞാണ്. വിവിധ ഭാഗങ്ങളിലുള്ള ബ്ലഡ് ശരീരത്തിലേക്ക് കൊണ്ടുവരുന്നത് വെയിൻസ് ആണ്. ഇനി തിരിച്ച് ഹൃദയത്തിൽ നിന്ന് ശുദ്ധ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആർട്ടറീസ് ആണ്. ഹൃദയത്തിൽ നിന്നുള്ള ബ്ലഡ് ശരീരത്തിന്റെ പല ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന ആർട്ടറി, ARTERY, ധമനികള്, ധമനികൾ, ആർട്ടറി, ARTERY. അപ്പൊ അങ്ങനെ ശുദ്ധരക്തമായിട്ട് അയോർട്ട വഴി, AORTA, അയോർട്ട, മഹാധമനി വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ശുദ്ധരക്തം എത്തിച്ചേരുന്നു. അതാണ് സർക്കുലേഷൻ. ഇതിനകത്ത് പറയുന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഇനി മെയിൻ ഫങ്ഷൻസ് ആണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ, ഇവിടെ കുറച്ച് പോയിന്റ്സ് ആയിട്ടാണ് ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് തരുന്നത്. എക്സാമിന് നമുക്ക് ഫങ്ഷൻസ് എഴുതാനുണ്ടാവില്ല, അറിയാലോ, നിങ്ങൾക്കറിയാം. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എല്ലാം എക്സാമിന് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഫങ്ഷൻസിന്റെ ഇതിനകത്തുനിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ളത്, ഒന്നില്ലെങ്കിൽ നമ്മളോട് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെല്ലാം? അല്ലെങ്കിൽ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെയാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ഒന്നിന് ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷനിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം എന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫങ്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമുക്ക് 2 ആൻസറും ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഫങ്ഷൻസ് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് ബ്ലഡ് ബാങ്ക് ചെയ്യുന്നത്, ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം കേട്ടോ. ദ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് ഫങ്ഷൻസ് ആ, ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്ക് ചെയ്യുന്ന ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് എന്താ? ഫസ്റ്റ് നോക്കിയേ, സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, റാപ്പിഡ്. അറിയില്ലെങ്കിൽ ആ മീനിങ് ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ. സ്വിഫ്റ്റ് പെട്ടെന്ന്, റാപ്പിഡ്, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. ബ്ലഡ് കമ്പോണൻസ് ആവശ്യമായിട്ട് അതിന്റെ അർജന്റ് റിക്വസ്റ്റ് അനുസരിച്ച് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നു. കിട്ടിയോ ഫസ്റ്റ് പോയിന്റ്? ഇപ്പൊ നമ്മൾ ഇപ്പൊ ബ്ലഡ് ആവശ്യമായി ഇപ്പൊ തന്നെ അത് കൊടുക്കുന്നത് അല്ലെ, ബ്ലഡ് ബാങ്കിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാ ടൈപ്പ് ഓഫ് ബ്ലഡും എപ്പോഴും അവിടെ അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഇന്നിപ്പോ ഒരു ഗ്രൂപ്പ് എ പോസിറ്റീവ് ബ്ലഡ് വേണമെന്ന് പറഞ്ഞാൽ അവർ പറയും നാളെ തരാന്നോ, അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് തരാന്നാണോ പറയുന്നേ? അല്ലല്ലോ, അപ്പൊ തന്നെ അതിന് റെസ്പോണ്ട് ചെയ്യും. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ, സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. ബ്ലഡ് കമ്പോണൻസിന്റെ അർജന്റ് റിക്വസ്റ്റ് അനുസരിച്ച് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക, അപ്പൊ തന്നെ കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷൻ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഒന്നാമത്തെ ഫംഗ്ഷൻ ക്ലിയർ ആണോ? സ്വിഫ്റ്റ് റെസ്പോൺസ് ടു, ഒരാളെങ്കിലും ഒന്നൊരു തമ്പിടുക കേട്ടോ, ക്ലിയർ ആണോ എന്ന് എനിക്ക് മനസ്സിൽ പറഞ്ഞില്ലെങ്കിലും ഒന്ന് തമ്പ് ചെയ്തേക്കാം. അപ്പൊ എനിക്ക് ക്ലിയർ ആണെന്ന് മനസ്സിലാവാലോ. ഓക്കെ, വെരി ഗുഡ്. അപ്പോ സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണന്റ്. ബ്ലഡ് കമ്പോണൻസിന്റെ അർജന്റ് റിക്വസ്റ്റ് അനുസരിച്ച് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് നോക്കിയ രണ്ടാമത്തെ പോയിന്റ് എന്താ? വാലിഡേറ്റിംഗ്. വാലിഡേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ചെക്കിംഗ്. വാലിഡേറ്റിംഗ് എന്ന് പറഞ്ഞ മീനിങ് ചെക്കിംഗ് എന്നാണ് അർത്ഥം. വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ്. പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ ചെക്ക് ചെയ്യുക.
ട്രാൻസ്ഫ്യൂഷന് മുന്നിലുള്ള സാമ്പിളുകൾ ചെക്ക് ചെയ്യുക. പ്രീ ട്രാൻസ്ഫ്യൂഷന് മുന്നിലുള്ള സാമ്പിളുകൾ ചെക്ക് ചെയ്യുക. ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. റിക്വസ്റ്റ് അനുസരിച്ച് ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സും ഒക്കെ എന്ത് ചെയ്യുക? റിസർവ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. റിസർവ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ എന്നുള്ള മീനിങ്, ശേഖരിക്കുക. അപ്പൊ ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. രണ്ടെണ്ണം ഒരുമിച്ച് തന്നേക്കുവാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ ചെക്ക് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സും ഒക്കെ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് തന്നെ അവിടെ റിസർവ് ചെയ്യാൻ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനി തേർഡ് പോയിന്റ് നോക്കിയേ, ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ഡോണർ ആൻഡ് പേഷ്യന്റ്. ആരാ ഡോണർ? ഹു ഈസ് ഡോണർ? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ്, അതെ, ബ്ലഡ് കൊടുക്കുന്ന ആളാണ് ഡോണർ. പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിസീവ് ചെയ്യുന്ന ആള്, മേടിക്കുന്ന ആള്, ബ്ലഡ് സ്വീകരിക്കുന്ന ആളാണ് പേഷ്യന്റ്. അപ്പൊ ഈ ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി, രോഗപ്രതിരോധ ശക്തി ഇവാലുവേഷൻ ചെയ്യുക, വിലയിരുത്തുക. Evaluation of immunological suitability between donor and patient. Blood donation. ഇൻവെന്ററിയുടെ മീനിങ് എന്തോ? എവിടെ ഇൻവെന്ററി? വന്യനുള്ളത്. ഇൻവെന്ററി ഒക്കെ താഴേക്ക് വരുന്നേ ഉള്ളൂ പോയിന്റ്സ്. നമ്മൾ മൂന്നാമത്തെ പോയിന്റിൽ എത്തിയിട്ടുള്ളൂ. ഓക്കെ, നോക്കാം. Evaluation of immunological suitability between donor and patient. എന്താണ്? ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി, രോഗപ്രതിരോധ ശേഷി നമ്മൾ എന്ത് ചെയ്യുക? ഇവാലുവേഷൻ ചെയ്യുക, വിലയിരുത്തുക. ഇനി ഫോർത്ത് പോയിന്റ് നോക്കിയേ, ചൂസിംഗ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണൻസ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. അപ്പൊ ഇവിടെ ഇതൊന്ന് നോക്കിയേ, ബ്ലഡ് കമ്പോണന്റിന്റെ സാമ്പിള്, ബ്ലഡ് കമ്പോണൻസിന്റെ സാമ്പിള് പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ നോക്കണം. ഇതൊരു കാര്യമാണ്. ബ്ലഡ് കമ്പോണന്റ് സാമ്പിളുകൾ അത് പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ നോക്കണം. ഓക്കെ, ചൂസിംഗ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണൻസ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. ബ്ലഡ് കമ്പോണന്റിന്റെ സാമ്പിൾ പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ നോക്കണം. നെക്സ്റ്റ്, കോഷൻ ഡെലിവറി ആൻഡ് ഹാൻഡിലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. കോഷൻ എന്ന് പറഞ്ഞാൽ സേഫ് ആയിട്ട്. അപ്പൊ ഇതെങ്ങനെയാ ഹാൻഡിൽ ചെയ്യണ്ടേ? സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ബ്ലഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ എന്ത് ചെയ്യണം? കോഷൻ ഡെലിവറി, സേഫ് ആയിട്ട് ഡെലിവറി ചെയ്യണം. ആൻഡ് ഹാൻഡിൽ ചെയ്യുന്നതും ഡെലിവറി ചെയ്യുന്നതും വളരെ സൂക്ഷിച്ചു വേണം, സേഫ് ആയിട്ട് വേണം, ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഓഫ് ബ്ലഡ് കമ്പോണൻസ്, കോഷൻ ഡെലിവറി ആൻഡ് ഹാൻഡിലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. നെക്സ്റ്റ് നോക്കിയേ, ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് വെച്ചാൽ വിവരങ്ങള്. Inventory and stock management of blood and its elements. Okay. Cautious എന്ന് പറഞ്ഞാൽ നമ്മള് സേഫ് എന്നുള്ള മീനിങ്, സേഫ് ആയിട്ട്, സുരക്ഷിതമായിട്ട്. ഓക്കെ, സേഫ്. കോഷ്യസ് ഡെലിവറി ആൻഡ് ഹാൻഡിലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണന്റ്. സേഫ് ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുക, ഡെലിവറി ചെയ്യുക. ഇനി അടുത്തത് ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലിമെന്റ്സ്. ഇൻവെന്ററി വെച്ചാൽ വിവരങ്ങള്, അതുപോലെ തന്നെ അത് ബ്ലഡ് കമ്പോണന്റ്, ബ്ലഡും അതിന്റെ എലിമെന്റ്സ്, ബ്ലഡ് കമ്പോണൻസ് ഒക്കെ അതിന്റെ വിവരങ്ങളും, അത് ഏതൊക്കെ ഗ്രൂപ്പുകൾ അവിടെ ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ആ വിവരങ്ങളും, അതുപോലെ സ്റ്റോക്ക്, അവിടെ ഓൾറെഡി സ്റ്റോക്ക് ഉള്ള ഗ്രൂപ്പ് എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട്, അത് ഷോർട്ടേജ് ഉള്ളതുണ്ടോ, അങ്ങനെയൊക്കെ ഉള്ളത് ആ സ്റ്റോക്ക് മാനേജ്മെന്റും നോക്കുക. ഓക്കെ, ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലിമെന്റ്സ്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്, കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് തരുന്ന സ്ഥാപനങ്ങള്, ബ്ലഡ് കൊടുക്കുന്ന സ്ഥാപനങ്ങളെയാണ് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചേർന്നിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു പ്രസ്താവന അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം ബ്ലഡ് ബാങ്കിന്. എന്തുകൊണ്ടാ? ഇപ്പൊ ഏതെങ്കിലും ഗ്രൂപ്പുകളൊക്കെ പെട്ടെന്ന് ഷോർട്ടേജ് വരുമ്പോൾ നമുക്ക് വേഗം അവരെ ആ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, ബ്ലഡ് തരുന്ന സ്ഥാപനമായിട്ട് വേഗം കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ അവൈലബിൾ ആക്കാലോ, എത്തിക്കാലോ. അതുകൊണ്ട് അവരുമായിട്ട്, ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് ബ്ലഡ് ബാങ്കിന് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. എപ്പോഴും നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അവരെ വേഗം വിളിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം.
ഇത്രയും കാര്യങ്ങളാണ് ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ അറിയാവുന്ന കാര്യമുള്ളൂ. അപ്പൊ ഇതിലെ ഏതാ ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ്? വരാത്തത് ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്. നമ്മളിപ്പോ എത്ര പോയിന്റ് പഠിച്ചിട്ടുണ്ട്? 7 പോയിന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഇതുപോലെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസും വരുന്നത്. അപ്പൊ നോക്കുക, ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പൊ അതനുസരിച്ച് നോക്കുക. പെട്ടെന്ന് ഞാൻ ഒന്നുകൂടി പറയാം. ഫസ്റ്റ്, ബ്ലഡ് കമ്പോണന്റിന്റെ അർജന്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് അനുസരിച്ച് പെട്ടെന്ന് അതിനോട് റെസ്പോണ്ട് ചെയ്യുക. രണ്ടാമത്തെ പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സും ഒക്കെ റിക്വസ്റ്റ് അനുസരിച്ച് റിസർവ് ചെയ്ത് വെക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നെ ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ഇവാലുവേഷൻ നടത്തുക, വിലയിരുത്തുക. പിന്നെ അടുത്തത് ഈ ബ്ലഡ് കമ്പോണന്റിന്റെ സാമ്പിള് പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുക, നോക്കുക. പിന്നെ ബ്ലഡ് കമ്പോണൻസ് അത് പോർഷൻ ഡെലിവറി ആയിട്ട് ഹാൻഡിൽ ചെയ്യും, വളരെ സേഫ് ആയിട്ട് ഡെലിവറി ചെയ്യുക. അത് കൈകാര്യം ചെയ്യലും ഡെലിവറി ഒക്കെ സേഫ് ആയിട്ട് നടത്തുക. പിന്നെ ഇൻവെന്ററി വിവരങ്ങളും അതുപോലെ സ്റ്റോക്ക് മാനേജ്മെന്റും നോക്കുക. ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ്, സ്റ്റോക്ക് മാനേജ്മെന്റ് ഒക്കെ ക്ലീൻ ചെയ്യുക. ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ വിത്ത് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, ബ്ലഡ് തരുന്ന ആ ഒരു സ്ഥാപനമാണ് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ ഈ പോയിന്റ്സുകള്? ഓക്കെ, അനശ്വര ഒന്ന് വേഗം വായിക്കോ ആ ഫസ്റ്റത്തെ 3 പോയിന്റ് ഒന്ന്. അനശ്വര, അമീർ ഷാ ടി കെ ഉണ്ടോ? ഞാനിവിടെ നമ്മുടെ സ്ക്രീനിൽ കാണുന്നവരെയാണ് വേഗം വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആരാ ഇനി ഒന്ന് വായിക്കുന്നേ? നീരവിനെ കൊണ്ട് ഞാൻ വായിച്ചു അല്ലേ? പിന്നെ മുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതാരാ? കറക്റ്റ് പേരല്ലായിരിക്കും ചിലത്തിലേക്ക് ഇതിനകത്ത് എഴുതിയത്. ശ്രീനിധി. മുല്ല, എന്താ ശരിക്കും പേരെന്താ നോക്കടെ? ജന്നത്തുൽ ഫൗസിയ. ഫൗസിയ. ഓക്കെ, ഫൗസിയ. ഓക്കെ, ഒന്ന് വേഗം വായിച്ച് എന്നിട്ട് നമുക്ക് ഫങ്ഷൻസ്. സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. മറ്റുള്ളവരും കൂടി ഒന്ന് നോക്കാം കേട്ടോ. ഇവര് വായിക്കുമ്പോഴും നിങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യണോ? എക്സ്പ്ലെയിൻ ഒരുപാട് ടൈം പോകും എന്ന് വെറുതെ ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഓക്കെ. Validating pre-transfusion samples and request to reserve the blood and blood product. Evaluation of immunological suitability between donor and patient. Okay. Srinidhi. Next balance point ഒന്ന് വേഗം വായിച്ചേ. Evaluation of immunological suitability between donor and patient. Choosing of suitable blood components for each clinical condition. Cautious delivery and handling of blood components. Inventory and stock management of blood and its elements. Communications with the blood establishment. Okay, blood establishment ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കാം. ഓക്കെ, നല്ലോണം വായിച്ചിട്ടാ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഫങ്ഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ ആണ്. ഇനി ഇത് എവിടെയായിരിക്കണം, എങ്ങനെയായിരിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട വരുന്ന കാര്യങ്ങളാണ്. ഇനി ഒന്ന് നോക്കിയേ. ഇനിയിപ്പോ നമ്മള് ഇത്രയും നാള് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് അധികം വലിയ പരിചയമില്ല. ഇപ്പൊ നമ്മൾ HH സ്റ്റുഡൻസ് ആണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് പോകേണ്ടി വരല്ലേ, എന്നാലും ആരെ കൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് ബൈ ചാൻസ് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സാഹചര്യം വരുവാണെങ്കിൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ അവിടെ അങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ളതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി നല്ല ഇതായിരിക്കും. ഇപ്പൊ നമ്മൾ പഠിച്ചത് വെച്ചൊക്കെ നോക്കാം. ബ്ലഡ് ബാങ്ക് ഒക്കെ കാണുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണോ അവിടെ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ? ഓരോ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. റേഡിയോളജി, ഡയാലിസിസ്, ഡയട്രി, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഫ്രണ്ട് ഓഫീസ് നമ്മൾ കയറി ചെല്ലുമ്പോൾ റിസപ്ഷൻ, ഫ്രണ്ട് ഓഫീസ് ഒക്കെ ഒരു ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുണ്ട് നിങ്ങൾക്ക്.
അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ പഠിച്ചത് വെച്ചൊക്കെ ഒന്ന് കമ്പയർ ചെയ്തൊക്കെ ഒന്ന് നോക്കാട്ടോ. റേഡിയോളജി ഒക്കെ പഠിക്കാണ്ട്. അപ്പൊ റേഡിയോളജി റൂം അതിന്റെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ പറയണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി ഒന്ന് ശ്രദ്ധിച്ചൊക്കെ നോക്കാം. അപ്പൊ നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ നമുക്ക് കുറച്ചുകൂടി അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കാം. നമുക്ക് ലൊക്കേഷൻ ആണ് കേട്ടോ. ലൊക്കേഷൻ, ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ. ബ്ലഡ് ബാങ്ക് എവിടെയൊക്കെ ആയിരിക്കണം? ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഉണ്ടോ? അപ്പൊ ഏറ്റവും അഭികാമ്യം ഈ ബ്ലഡ് ബാങ്ക് വെക്കാനായിട്ട് ഏറ്റവും അഭികാമ്യം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ. ബ്ലഡ് ബാങ്ക് ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ഡാഷ് ഫ്ലോർ. അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. അതിനകത്ത് ഓപ്ഷൻസ് കൊടുത്ത ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ടോപ്പ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ എന്നായിരുന്നു. ഏതാ കറക്റ്റ് ആൻസർ? ഏതാ? ഗ്രൗണ്ട് ഫ്ലോർ. ബ്ലഡ് ബാങ്ക് ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഏറ്റവും അഭികാമ്യം. ബ്ലഡ് ബാങ്ക് വെക്കാൻ ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കിയേ, ഈസി വിസിബിലിറ്റി. അടുത്ത ഒരു പ്രത്യേകത എന്താ? പെട്ടെന്ന് കാണുന്നതായിരിക്കണം. നമ്മൾ കാണാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ ഒരു മൂലയ്ക്ക് ഒന്നും കൊണ്ടുപോയി വെക്കാൻ പാടില്ല. ഇത് ഈ ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും വിസിബിൾ ആവുന്ന രീതിയിൽ നല്ല വിസിബിലിറ്റി വേണം. നമുക്ക് പെട്ടെന്നല്ലേ, എമർജൻസി ആയിട്ടല്ലേ അങ്ങോട്ട് ബ്ലഡ് ബാങ്കുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യേണ്ടി വരിക. അപ്പൊ എമർജൻസി ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഇപ്പൊ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ ആളുകളൊക്കെ വരുന്നുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കാൻ പറ്റില്ല അല്ലെ? അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും കാണുന്ന രീതിയിൽ നല്ല വിസിബിൾ ആയിരിക്കണം. എവിടെ നിന്ന് നോക്കിയാലും ബ്ലഡ് ബാങ്ക് ബ്ലഡ് ആരോട് ചോദിക്കാൻ നമുക്ക് ഡയറക്റ്റ് ചെല്ലാൻ പറ്റുന്ന രീതിയിൽ നല്ല വിസിബിൾ ആയിരിക്കണം. 2 പോയിന്റ് കിട്ടിയോ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താ? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്ന് പറഞ്ഞു. സെക്കൻഡ് പോയിന്റ് ഈസി വിസിബിലിറ്റി. നല്ല വിസിബിൾ ആയിരിക്കണം, എല്ലാവർക്കും കാണാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. ഇനി നോക്കിയേ, തേർഡ് പോയിന്റ്, ഇൻ നിയർ പ്രോക്സിമേറ്റ്ലി വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഓഫ് OT കോംപ്ലക്സ്. OT എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പാൻഡഡ് ഫോം എന്താ? OT, ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ ഇത് നോക്കി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതിനോടൊക്കെ അടുത്തായിരിക്കണം. ക്ലോസ്, ഇതിനോട് ചേർന്നായിരിക്കണം. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പെട്ടെന്ന് ബ്ലഡ് ഒക്കെ ആവശ്യമായിട്ട് വരാം അല്ലെ? പിന്നെ അതൊക്കെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് വരുന്ന അവർക്കൊക്കെ ബ്ലഡ് ഒക്കെ പെട്ടെന്ന് അവൈലബിൾ ആക്കണം. അപ്പൊ അതുകൊണ്ട് ഇത് എപ്പോഴും എന്താ പറയാ, ഈ ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതിനോടൊക്കെ അടുത്തായിരിക്കണം. അപ്രോക്സിമേറ്റ്ലി എന്ന് പറഞ്ഞാൽ ക്ലോസ് എന്നുള്ള അർത്ഥം. നിയർ, നിയർ പ്രോക്സ്, ഏറ്റവും അടുത്ത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും അടുത്തായിരിക്കണം. നിയർ പ്രോക്സിമേറ്റ്ലി വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതിനോട് ഏറ്റവും അടുത്തായിരിക്കണം. ഇനി ഫോർത്ത് പോയിന്റ് നോക്കിയേ, ഇറ്റ് വിൽ ഹാവ് ഡിസ്റ്റിങ്ക്ട് എൻട്രി ആൻഡ് എക്സിറ്റ് വിത്ത് വൈഡ് കോറിഡോർസ് ആൻഡ് വെയിറ്റിംഗ് സ്പേസ് ഇൻ കർട്ടൈൻ ട്രാഫിക് കൺജങ്ഷൻ. ഇറ്റ് വിൽ ഹാവ് എ ഡിസ്റ്റിങ്ക്ട് എൻട്രി. പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണമെന്ന്. അവിടെ കടക്കാനായിട്ട് ബ്ലഡ് ബാങ്കിലേക്ക് ഒക്കെ പോകാനായിട്ട് പ്രത്യേകം എൻട്രി എക്സിറ്റ് കൊടുക്കണം. എന്തുകൂടി? വിത്ത് വൈഡ് കോറിഡോർസ്. വൈഡ് കോറിഡോർസ്, വീതിയുള്ള ഇടനാഴികള്. ഓക്കെ, സിറ്റുവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അവിടെ സ്ഥാപിക്കാന്നുള്ളത്, നിൽക്കുക എന്നുള്ള അർത്ഥത്തില്. ബ്ലഡ് ബാങ്ക് സിറ്റുവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആയിരിക്കണം എന്നുള്ളത്. നിൽക്കുക എന്നുള്ള മീനിങ്, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം സ്ഥാപിക്കാൻ എന്നുള്ള അർത്ഥം. ഓക്കെ, നോക്കിയേ, ഇറ്റ് വിൽ ഹാവ് എ ഡിസ്റ്റിങ്ക്ട് എൻട്രി ആൻഡ് എക്സിറ്റ് വിത്ത് വൈഡ് കോറിഡോർസ് ആൻഡ് വെയിറ്റിംഗ് സ്പേസ്. അപ്പൊ എന്താ പറഞ്ഞ? പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണം. അതുകൂടാതെ വൈഡ് കോറിഡോർസ്, വീതിയുള്ള ഇടനാഴിയും വെയിറ്റിംഗ് സ്പേസും വേണം. ഇതൊക്കെ എന്തിനാ? ഇൻ കർട്ടൈൻ. കർട്ടൈൻ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്, കുറയ്ക്കുക, കുറയ്ക്കുക, റെഡ്യൂസ്. ട്രാഫിക് കൺജങ്ഷൻ, ട്രാഫിക് തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല വിശാലമായിട്ടുള്ള കോറിഡോർസും വെയിറ്റിംഗ് സ്പേസും പ്രത്യേകം എൻട്രി എക്സിറ്റും ഒക്കെ വേണം. ഓക്കെ, അതാണ് ഫോർത്ത് പോയിന്റ് പറയുന്നത്. ഇറ്റ് വിൽ ഹാവ് എ ഡിസ്റ്റിങ്ക്ട് എൻട്രി ആൻഡ് എക്സിറ്റ്. പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണം. വിത്ത് വൈഡ് കോറിഡോർസ്, വീതിയുള്ള ഇടനാഴികൾ വേണം. ആൻഡ് വെയിറ്റിംഗ് സ്പേസ്. ഇപ്പൊ ബ്ലഡ് ഒക്കെ നമ്മൾ എന്താ പറയാ ഡൊണേറ്റ് ചെയ്യാനൊക്കെ ഒത്തിരി ആളുകൾ വരും അല്ലെ? അപ്പൊ അവർക്കൊക്കെ ഇരിക്കാൻ, ആവശ്യത്തിന് ഇരിക്കാൻ പാകത്തിലുള്ള വെയിറ്റിംഗ് സ്പേസ് വേണം. ഇതെല്ലാം എന്തിനു വേണ്ടിയാ? ട്രാഫിക് കൺജക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയാ. കുറച്ച് വീതിയുള്ള സ്ഥലമാണെങ്കിൽ കുറെ ആൾക്കാർ വരുമ്പോ തിങ്ങി ഭയങ്കര തിരക്കാവും.
അപ്പൊ അതുകൊണ്ട് വിശാലമായിട്ടുള്ളതായിരിക്കണം. ഓക്കെ, വൈഡ് കോറിഡോർസ് ആൻഡ് വെയിറ്റിംഗ് സ്പേസ് ഇൻ കറക്റ്റ് ട്രാഫിക് കൺജക്ഷൻ. ഇതെല്ലാം ട്രാഫിക് തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയാണ്. ഇത് നോക്കിയേ, ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ്. സ്പേഷ്യസ് എന്ന് വെച്ചാൽ എന്താ? വിശാലമായതായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ്, ഇത് വിശാലമായിരിക്കണം. ദോ വിത്ത് മിനിമം പബ്ലിക് എൻട്രി. പക്ഷെ ഒരു കാര്യമുണ്ട്, പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് വിശാലമായിരിക്കണം. എല്ലാവർക്കും അങ്ങോട്ട് പ്രവേശിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു ബ്ലഡ് ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നവർക്ക് മാത്രം അങ്ങോട്ട് പോയാൽ മതിയായി. അപ്പൊ അതുകൊണ്ട് പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് വിശാലമായിരിക്കണം. സോ ദാറ്റ് there is no inference the work of the lab technician. അവിടെ ലാബിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാരുണ്ടല്ലോ, അപ്പൊ ഈ ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് സ്പേഷ്യസ് ആയിരിക്കണം, വിശാലമായിരിക്കണം. ഇൻഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, ഞാൻ പറയാൻ വരുന്നേ ഉള്ളൂ, ഇടപെടല് അല്ലെങ്കിൽ തടസ്സപ്പെടുത്താത്ത, നോ ഇൻഫറൻസ്, തടസ്സപ്പെടുത്താത്ത രീതിയിൽ. ഓക്കെ, ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് വിശാലമായിരിക്കണം. 5 പോയിന്റ്സും ക്ലിയർ ആയോ? വേഗം നമുക്ക് ഒന്നുകൂടി ഓടിച്ചു പറയാം, പെട്ടെന്ന് നോക്കിപ്പോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ടിപ്പിക്കലി ഷുഡ് ബി ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം, പെട്ടെന്ന് കാണുന്ന രീതിയിലായിരിക്കണം. പിന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നിവരോടൊക്കെ ഏറ്റവും അടുത്തായിരിക്കണം. പിന്നെ 4th പോയിന്റിൽ പറഞ്ഞ് പ്രത്യേകം എൻട്രി എക്സിറ്റ് വേണം. പിന്നെ അതുകൂടാതെ വൈഡ് ക്വാർട്ടേഴ്സ്, വീതിയുള്ള ഇടനാഴികള്, വെയിറ്റിംഗ് സ്പേസ് ഒക്കെ വേണം. ഇതെല്ലാം ട്രാഫിക് തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലാസ്റ്റ് പോയിന്റ് സ്പേഷ്യസ്, വിശാലമായിരിക്കണം വിത്ത് മിനിമം പബ്ലിക് എൻട്രി. പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട്, എല്ലാവർക്കും അങ്ങോട്ട് കയറേണ്ട ആവശ്യമില്ല. പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് വിശാലമായിരിക്കണം. അതെന്തിനാ? there is no inference the work of the lab technician. ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ. സ്പേഷ്യസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, വിശാലമായതായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അവിടെ എപ്പോഴും ആളുകളൊക്കെ തെക്കും തിരക്കൊക്കെ അവിടെ മര്യാദയ്ക്ക് ലാബ് ടെക്നീഷ്യന് അവർക്കിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്കിടെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് വിശാലമായിരിക്കണം. എല്ലാ പോയിന്റ്സും കിട്ടിയോ? ക്ലിയർ ആയോ? 5 പോയിന്റ്സും ഓക്കെ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഒരാള് ആരാണ്? അമീർ ഷാ ഉണ്ടോ അതിനകത്ത്? TK, നിങ്ങളുടെ പേരാക്കിയ തന്നെയാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഇവിടെ വെച്ചേക്കുന്നത്. അനശ്വര ഉണ്ടല്ലോ, അനശ്വര CP. അനശ്വര ഒന്ന് വേഗം വായിക്കോ, സമയം കളയാത്ത. ഒന്ന് വായിച്ചിട്ട് അടുത്തേക്ക് വേഗം പോകാം. അനശ്വര. ജയശ്രീ രാജേഷ്. ഒന്ന് വായിക്കാം, വേഗം വായിക്കട്ടോ. വെരി ഗുഡ്. Location typically should be situated on the ground floor, easy visibility, in near proximity with emergency department, OT complex, hospitals, clinical department. It have distinct entry and exit with the wide corridors and waiting space in crucial traffic congestion. It must be spacious to the minimum public entry so that there is no interference in the work of the lab technicians. Okay, very good. പോയിന്റ്സ് ക്ലിയർ അല്ലേ? ഇനി അടുത്ത നോക്കാം നമുക്ക് ഓർഗാനോഗ്രാം. ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലോ, ഇതിപ്പോ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് ഇതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു ബ്ലഡ് ബാങ്ക്, അങ്ങനെയാണ് ഇത് ചോദിക്കുന്നത്. ഇത് കുറെ ഓരോ ഇതും പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓർഗാനോഗ്രാം പഠിക്കാനുണ്ട്. അപ്പൊ ഇത് ഓരോന്നും നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഈ ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ആളുകൾ തമ്മിലോ അല്ലെങ്കിൽ അവരുടെ ജോബുകൾ തമ്മിലോ ആ ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, വർക്കിംഗ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഓർഗനൈസേഷന്റെ ഒക്കെ ഉള്ളിൽ വരുന്ന ആളുകൾ തമ്മിലോ അല്ലെങ്കിൽ അവരുടെ ജോബുകൾ തമ്മിലോ പല ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിലോ ഒക്കെ ഉള്ള വർക്കിംഗ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രാം, അതാണ് ഓർഗാനോഗ്രാം. ഇതിനകത്ത് ഏത് ഓർഗാനോഗ്രാം ആണ് കറക്റ്റ് എന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇത് ഓർഡർ അനുസരിച്ച് പഠിച്ചു വെക്കണം. ഇതിനകത്ത് വേറെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല, ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഏറ്റവും ടോപ്പിൽ വരുന്ന ബ്ലഡ് ബാങ്കിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്നത് മെഡിക്കൽ ഡയറക്ടർ ആണ്. ഓക്കെ, മെഡിക്കൽ ഡയറക്ടർ ഏറ്റവും ടോപ്പിൽ വരുന്ന ആരാ? മെഡിക്കൽ ഡയറക്ടർ.
അതിന് തൊട്ട് താഴെ HOD ആണ് വരുന്നത്. HOD. What is the expanded form HOD? Head of the department. Okay, very good. Head of the department. ആ ഡിപ്പാർട്ട്മെന്റ് head of the department ആണ് മെഡിക്കൽ ഡയറക്ടറിന് തൊട്ട് താഴെ വരുന്നത്. ഇതിങ്ങനെ ആരോ മാർക്ക് ഇട്ട് തരും. ഓക്കെ, ഇതിന്റെ ഓർഡർ തെറ്റിച്ചു തരാം നമുക്ക്. അപ്പൊ മെഡിക്കൽ ഡയറക്ടർ തൊട്ട് താഴെ HOD വരുന്നുണ്ട്. പിന്നെ അതിന്റെ തൊട്ട് താഴെ ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജർ ആണ്. അതാണ് തൊട്ട് താഴെ ക്വാളിറ്റി മാനേജർ എന്ന് എഴുതിയേക്കണേ. ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ഹെഡ് എന്ന് പറയുന്നത് ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ്. ഓക്കെ, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജർ ആയിരിക്കും. അപ്പൊ അത് 4 ഓർഡർ: മെഡിക്കൽ ഡയറക്ടർ, HOD, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്ന ക്വാളിറ്റി മാനേജർ. ഇനി അതിനെ വീണ്ടും 2 ബ്രാഞ്ച് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നോക്കി, BTO. BTO എന്ന് പറഞ്ഞാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. BTO ആരാ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. എക്സ്പാൻഡഡ് ഫോം ഇതിന്റെ ഒപ്പം പഠിച്ചു പോകണം കേട്ടോ. എക്സാമിന് ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒന്നത്തിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കും. പക്ഷെ നമ്മൾ തന്നേക്കുന്നതിന് എല്ലാത്തിന്റെ പഠിച്ചേ പറ്റുള്ളൂ. BTO എന്ന് പറഞ്ഞാൽ ഏതാ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. നമ്മൾ അന്നന്ന് പഠിക്കുന്നത് അന്നന്ന് തന്നെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു പോയാൽ മതി കേട്ടോ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ ആണ് BTO. അതിന്റെ തൊട്ട് താഴെ ടെക്നീഷ്യന്മാർ വരുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെയാണ് അസിസ്റ്റന്റ് ടെക്നീഷ്യൻ വരുന്നത്. ഓക്കെ, BTO, ടെക്നീഷ്യൻ, അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ഇനി അപ്പുറ സൈഡിലേക്ക് നോക്കിയേ, അവിടെ ടെക്നിക്കൽ സൂപ്പർവൈസർ വരുന്നുണ്ട്. ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ നെക്സ്റ്റ് ഇതിനകത്ത് വരുന്ന ടെക്നിക്കൽ സൂപ്പർവൈസർ ഉണ്ട്. അതിന് താഴെ വരുന്ന ക്ലർക്ക്, നേഴ്സസ്, PRO. PRO ആരാ? PRO, Public Relation Officer. ഓക്കെ, വെരി ഗുഡ്. പബ്ലിക് റിലേഷൻ ഓഫീസർ. നമ്മൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലേ ഇങ്ങനെ PRO എന്ന് എഴുതി വെച്ചേക്കണത്? റൂമിന്റെ ഇവിടെ മുകളിലായിട്ട് PRO, പബ്ലിക് റിലേഷൻ ഓഫീസർ. ഇതെല്ലാം ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നതാണ്. ക്ലർക്സ്, നേഴ്സസ്, PRO. ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിനകത്തുനിന്ന് ഏത് ഓർഗാനോഗ്രാം ആണ് കറക്റ്റ് എന്ന് പറഞ്ഞ് ചോദിക്കാം. പിന്നെ വേണമെങ്കിൽ ചോദിക്കാവുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഹൂ കംസ് അണ്ടർ ടെക്നിക്കൽ സൂപ്പർവൈസർ. ടെക്നിക്കൽ സൂപ്പർവൈസറുടെ കീഴിൽ വരുന്നത് ആരൊക്കെയാണ്? അവിടെ ഓപ്ഷൻസ് തരാം. ക്ലർക്സ് തരാം, BTO തരാം, ടെക്നീഷ്യൻ തരാം, അസിസ്റ്റന്റ് ടെക്നീഷ്യൻ വരാം. ആരാ ഇപ്പോ കറക്റ്റ് ചെയ്താ? ആരാ വരുന്നേ? Clerk. ക്ലർക്സ്. ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ ആരാ വന്നതെന്ന് വെച്ചിട്ട് ഇങ്ങനെ തരികയാണ്. ക്ലർക്സ് തരും, BTO തരും, ടെക്നീഷ്യൻ തരും, അസിസ്റ്റന്റ് ടെക്നീഷ്യൻ തരും. ഓക്കെ, PRO. PRO എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻ ഓഫീസർ. പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് PRO. ഓക്കെ, അപ്പൊ നമ്മൾ ആ രീതിയിൽ ചോദിക്കാം. അപ്പൊ നിങ്ങളെ നോട്ടിലൊന്ന് വേഗം എഴുതേ. ഓർഗാനോഗ്രാം. ഹെഡിങ് ഒന്ന് കൊടുത്തേ. ഓർഗാനോഗ്രാം. ORGANOGRAM. ഓർഗാനോഗ്രാം. 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 ഓക്കെ, ഒരു സെന്റൻസ് ഒന്ന് എഴുതി വെച്ചോ. എ ഡയഗ്രാം. ഇനി ഇത് ഓരോ ചാപ്റ്റേഴ്സിലും പഠിക്കാണ്ട് കേട്ടോ ഓർഗാനോഗ്രാം. അതുകൊണ്ട് തരുന്നതാണ്. എ ഡയഗ്രാം that shows SHOWS, a diagram that shows the structure, the diagram that shows the structure of an organization, structure of an organization and relationship, RELATIONSHIP, relationships between, Ma'am, ഒന്നും കൂടി പറയണേ. okay, a diagram that shows, കാണിക്കേ, SHOWS, that shows the structure of an organization, the structure of an organization, and relationship between
the different people between the different people, P-E-O-P-L-E people, comma, department, and jobs, J-O-B-S, joligal, J-O-B-S, jobs. Different between, relationship between the different people, comma, department and jobs at different levels, N-E-V-E-L-S, levels, within, W-I-T-H-I-N, within that organization, within organization. Okay, a diagram that shows the structure of an organization and relationship between the different people, comma, department and jobs at different levels within that organization. Clear ആണോ? In that organization. അതായത് ഓരോ ഓർഗനൈസേഷന്റെ ഉള്ളിൽ വരുന്ന ആളുകൾ തമ്മിലോ അവരുടെ ജോബുകൾ തമ്മിലോ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലോ ഒക്കെയുള്ള വർക്കിംഗ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ഓർഗാനോഗ്രാം നമ്മൾ പറഞ്ഞത് ഇതൊരു വർക്ക് ഞാൻ തന്നെയാണ്, ഹോംവർക്ക് പോലെ നിങ്ങൾ ഇപ്പൊ നമ്മൾ ഈ ഡെഫിനിഷൻ എഴുതിയില്ലേ അതിന് താഴേക്ക് റഫായിട്ട് നല്ല ഭംഗിയിലൊന്നും വരയ്ക്കുന്നത് വേണ്ട, വെറുതെ ആരോ മാർക്ക് ഇട്ടിട്ട് ഈ ഓർഗാനോഗ്രാം ഒന്ന് നോട്ട്ബുക്കിലേക്ക് നോട്ട് ചെയ്യണം. ചെയ്യോ? ഓക്കെ, കുഞ്ഞു ജോലിയല്ലേ, 2 മിനിറ്റ് ജോലി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി അത് മനസ്സിലാവും. ഓക്കെ, നമ്മൾ ആ ഇത് ഇതുപോലെ തന്നെ പഠിക്കാം കേട്ടോ. അപ്പൊ അതിന്റെ താഴെ ഇതൊന്ന് എഴുതി വെച്ചേക്കാം. മെഡിക്കൽ ഡയറക്ടർ, HOD, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ക്വാളിറ്റി മാനേജർ, 2 സൈഡിലേക്ക് ബ്രാഞ്ച് വരച്ചിട്ട് അതിന്റെ താഴെ BTO വരുന്നുണ്ട്, ടെക്നീഷ്യൻ, അസിസ്റ്റന്റ് ടെക്നീഷ്യൻ വരുന്നുണ്ട്, ടെക്നിക്കൽ സൂപ്പർവൈസർ, ക്ലർക്സ്, നേഴ്സസ്, PRO. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? Yes, ma'am. ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം, ഒരുപാട് പഠിക്കാനുള്ള സമയമില്ല. ഓക്കെ, ഇനി ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ ബ്ലഡ് ബാങ്ക് എന്താണെന്ന് പറഞ്ഞു, ബ്ലഡ് ബാങ്കിലെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് പറഞ്ഞു, ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ, ബ്ലഡ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ലൊക്കേഷൻ പറഞ്ഞു, പിന്നെ നമ്മൾ ഓർഗാനോഗ്രാം പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് വാട്ട് ടെസ്റ്റ് ആർ ടു ബി ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ്. എന്തൊക്കെ ടെസ്റ്റുകളാണ് ബ്ലഡ് ബാങ്കിൽ ചെയ്യുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ പ്രീ ഡൊണേഷൻ ചെക്കപ്പുകൾ ചെയ്യുമെന്ന് പറഞ്ഞു. നമുക്ക് ആവശ്യത്തിനുള്ള ബ്ലഡ് ഉണ്ടോ നമ്മുടെ ബോഡിയിൽ, നമ്മൾ മെന്റലി ഫിസിക്കലി നമ്മൾ സ്ട്രോങ് ആണോ, പിന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടോ, ഏജ് 80 to 65 ബിറ്റ്വീനിലാണോ, നമുക്ക് വെയിറ്റ് 45 kg മുകളിലാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രീ ഡൊണേഷൻ ചെക്കപ്പുകൾ ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഈ താഴെ പറയുന്ന ടെസ്റ്റുകൾക്കും റെസ്ട്രിക്ഷൻ ഇല്ല, അതും കൂടി ചെയ്യണം എന്നാ പറയുന്നത്. ഓക്കെ, a certain set of preliminary tests are done in the lab once blood is donated. നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ആ പ്രിലിമിനറി ടെസ്റ്റുകൾക്കൊപ്പം ഈ ടെസ്റ്റുകളും ചെയ്യണം. ബട്ട് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ദ ഫോളോയിങ്. ഈ താഴെ പറയുന്ന ടെസ്റ്റുകൾക്കും റെസ്ട്രിക്ഷൻ ഇല്ല. അപ്പൊ എന്താ, പ്രിലിമിനറി ടെസ്റ്റുകളുടെ ഒപ്പം തന്നെ ഈ ടെസ്റ്റുകളും ചെയ്യണം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ടൈപ്പിംഗ്. ABO ഗ്രൂപ്പ് ബ്ലഡ് ടൈപ്പ് നോക്കും, ഏത് ടൈപ്പ് ബ്ലഡ് ആണെന്ന് നോക്കും. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓരോരുത്തർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ പ്രിലിമിനറി ടെസ്റ്റുകൾക്കൊപ്പം ഈ ടെസ്റ്റുകൾ കൂടി ബ്ലഡ് ബാങ്കിൽ ചെയ്യും. അതായത് നമ്മൾ പറഞ്ഞ ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്ന് നോക്കും. എല്ലാവർക്കും അറിയില്ലേ അവരവർക്കുടെ ഗ്രൂപ്പ് ഏതാന്ന് അറിയില്ലേ? ബ്ലഡ് ഗ്രൂപ്പ് അറിയാം. ഓക്കെ, എല്ലാവർക്കും അറിയാം. അറിയില്ലേ? എന്റെ ഗ്രൂപ്പ് A പോസിറ്റീവ് ആണ് കേട്ടോ. ഓക്കെ, A പോസിറ്റീവ് ആണ്. ഓക്കെ, O നെഗറ്റീവ്, O പോസിറ്റീവ്, പല ഗ്രൂപ്പുകൾ. A പോസിറ്റീവ്. അപ്പൊ നമുക്ക് എന്താ പറയാ, ബ്ലഡ് ഗ്രൂപ്പ് നോക്കും. പിന്നെ താഴെ നോക്കി RH ടൈപ്പിംഗ് നോക്കും. RH ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, എത്ര ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് ബ്ലഡ്, എത്ര ഗ്രൂപ്പ് ഉള്ളതെന്ന് അറിയോ? 4 ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളത്. മെയിൻ ആയിട്ട് നമുക്ക് 4 ബ്ലഡ് ഗ്രൂപ്പ്. 5ാമത്തെ ഒരു ഗ്രൂപ്പും കൂടി പറയുന്നുണ്ട്, PC യിലൊക്കെ പറയുന്നതാണ് 5ാമത്തെ ഒരു
ഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. അത് വളരെ അപൂർവം, ലക്ഷക്കണക്കിനൊക്കെ ഒരാളിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ്. നമ്മുടെ ഒരു ബാച്ചിൽ ഒരു കുട്ടിയുടെ മോനുണ്ടായിരുന്നു കേട്ടോ, ഈ ബോംബെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോ പഠിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് 4 ബ്ലഡ് ഗ്രൂപ്പാണ് വരുന്നത്. ഓക്കെ ഓക്കെ, ഞാൻ മെസ്സേജിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചതാണ് കേട്ടോ. വോയിസ് ക്ലിയർ ഇല്ലാന്നോ? വോയിസ് ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? ക്ലിയർ ആവുന്നില്ലേ നിങ്ങക്ക്? ക്ലിയർ ആണ്. ഓക്കെ, ചിലപ്പോ നെറ്റിന്റെയോ അല്ലെ റേഞ്ചിന്റെ എന്തെങ്കിലും. ഇപ്പൊ മഴയുണ്ടോ നിങ്ങളുടെ അവിടെ? ഇവിടെ ഇപ്പൊ മഴ മാറി നിൽക്കുവോ? മഴയുണ്ടോ? ഇല്ല അല്ലെ? ഓക്കെ, ഇപ്പൊ മഴയൊക്കെ ആണെങ്കിൽ ചിലപ്പോ വല്ല ഇതാ വരാം. എന്നാലും ഭൂരിഭാഗം പേരും പറയുന്നത് ക്ലിയർ ആണെന്നാണ് കേട്ടോ. അത് വിശ്വസിച്ച് ഞാൻ പറയാണ്. 2 കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ബ്ലഡ് ഗ്രൂപ്പ് നമുക്ക് 4 ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളത് ഏതൊക്കെയാ വെച്ചാൽ എ ഉണ്ട്, എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ്. അങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ് 4 ഉള്ളത്, 4 ഗ്രൂപ്പ് ഉള്ളത്. ഇത് ഡീറ്റെയിൽ പഠിക്കാൻ കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓരോ ബ്ലഡ് ഗ്രൂപ്പും പഠിക്കണം. പിന്നെ സൗണ്ട് ക്ലിയർ അല്ല കേട്ടോ, സൗണ്ട് എനിക്കും കേൾക്കാൻ പറ്റുന്നില്ല. ഒരാൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. അത് ആരാ നോക്കട്ടെ. റംസിക്ക് മാത്രമാണോ പ്രശ്നമുള്ളൂ? ബാക്കി എല്ലാവരും ക്ലിയർ ആണെന്നാണല്ലോ പറയുന്നത്. ഞാൻ എന്റെ മാക്സിമം സൗണ്ടിലാട്ടോ ഞാൻ പറയുന്നേ. ഇവിടെ ഭയങ്കര സൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 4 ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളത്. മെയിനായിട്ട് എ ബി, എ ബി, ഒ, അങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പാണ് നമുക്ക് ഉള്ളത്. അപ്പൊ അത് നമ്മൾ ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കും. പിന്നെ രണ്ടാമത്തെ RH ടൈപ്പിംഗ് ആണ്. അത് ഓരോ ഗ്രൂപ്പിനും ഓരോന്നും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇപ്പൊ എ ഗ്രൂപ്പിന് എ പോസിറ്റീവ് ഉണ്ട്, എ നെഗറ്റീവ് ഉണ്ട്. ബി ഗ്രൂപ്പിന് ബി പോസിറ്റീവ് ഉണ്ട്, ബി നെഗറ്റീവ് ഉണ്ട്. എ ബിക്ക് എ ബി പോസിറ്റീവ് ഉണ്ട്, എ ബി നെഗറ്റീവ് ഉണ്ട്. ഒക്ക് ഒ പോസിറ്റീവ് ഉണ്ട്, ഒ നെഗറ്റീവ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഗ്രൂപ്പിംഗ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് അത് നോക്കും. അതിന്റെ പ്രസൻസ് നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ഞാൻ തരാം. അപ്പൊ ഓരോ ഗ്രൂപ്പും ഓരോ ബ്ലഡ് ഗ്രൂപ്പും അവർക്കുള്ള ആന്റിജൻ ഏതാണ്, ആന്റിബോഡി ഏതാണ്, അവർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത്, കോമൺ ആയിട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ഇതിനകത്ത് വരുന്നില്ല കേട്ടോ. ABO ഗ്രൂപ്പിന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഞാൻ എല്ലാ ക്ലാസ്സിലും അതും കൂടി ഒന്ന് അതിന്റെ ഒപ്പം കൊടുക്കാറുണ്ട്. ഇനി നിങ്ങൾക്ക് ഭാവിയിലേക്കാണെങ്കിലും നമുക്ക് എന്താ പറയാ ഓരോ ഗ്രൂപ്പും അവർക്ക് ആർക്കൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാം, ആ ഗ്രൂപ്പുകാർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അതൊരു ടേബിൾ ആയിട്ട്, ചെറിയൊരു ടേബിൾ ആയിട്ട് എഴുതി നമുക്ക് ക്ലിയർ ആക്കി പോകാം. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും പറയാം. 4 ഗ്രൂപ്പ് ഏതൊക്കെയാ ബ്ലഡ് ഗ്രൂപ്പ് 4 പറഞ്ഞേ? A, B, AB, O. A, B, AB, O. ഇതിന് ഓരോന്നിനും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ബ്ലഡ് ടെസ്റ്റുകളും മറ്റുള്ള പ്രിലിമിനറി ഡൊണേഷൻ ടെസ്റ്റുകൾക്കൊപ്പം തന്നെ നമ്മൾ ഈ ടെസ്റ്റുകൾ കൂടി നടത്തും. ABO ഗ്രൂപ്പ് നോക്കും. പിന്നെ അതുകൂടാതെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നോക്കും. ഇത്ര നിൽക്കാം. ഈ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വർക്ക് എന്താ ഞാൻ പറഞ്ഞേ? ഈ ഓർഗാനോഗ്രാം ഒന്ന് നോട്ടിലേക്ക് ഒന്ന് വരച്ചെടുക്കാം. ആരോ മാർക്ക് ഇട്ട് തന്നെ വരച്ചു കൊടുത്താൽ മതി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, കാര്യം ഞാൻ പ്രത്യേകം പറയാണ്. നമ്മളിപ്പോ ക്ലാസ് ഒക്കെ തുടങ്ങി വന്നേയുള്ളൂ. 1-2 ചാപ്റ്ററൊക്കെ ടീച്ചേഴ്സ് ആയിട്ടുള്ളൂ. അപ്പൊ നിങ്ങള് അന്നന്ന് ഓർഗാനോഗ്രാമിന്റെ ഡെഫിനിഷൻ ആരെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ നിങ്ങൾ എന്താ പറയാ, അന്നന്ന് പഠിപ്പിക്കുന്നത് വളരെ കുറച്ചല്ലേ, 2 മണിക്കൂറേ നിങ്ങൾക്ക് ക്ലാസ് വരുന്നുള്ളൂ. എന്തായാലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട ഒരു കോഴ്സിന് ചേർന്നാണ്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങള് പല കുട്ടികളെ ഇട്ടിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും. ആദ്യത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഓക്കെ ആയിക്കോളും, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അന്നത്തെ ക്ലാസ്സുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ലൈവിൽ മാക്സിമം ലൈവിൽ കയറാൻ പറ്റുന്നവർക്ക് കയറുക. അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് റൂമിലെ ക്ലാസ് കിട്ടുമല്ലോ, അത് കാണുക. എന്നിട്ട് നോട്ട്സ് ക്ലാസ് കണ്ട് അന്നുള്ളത് തന്നെ ഒന്ന് റീഡ് ചെയ്ത് വെക്കണം. അത് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ എന്താ പറയാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം കൂടി കൂട്ടിയിട്ട് കഴിഞ്ഞ് ഇപ്പൊ ഒരുവിധമൊക്കെ കയറിയിട്ടുണ്ട് എല്ലാവരുടെ തലയിൽ. ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഇനിയിപ്പോ നമ്മൾ പിള്ളേരോട് പറയുന്ന പോലെ നമ്മുടെ ഇതൊക്കെ ഒന്ന് വായിച്ച് വെക്കാം. എല്ലാവരും ഒന്ന് റീഡ് ചെയ്യോ? ഉറപ്പായിട്ടും
ചെറിയ കാര്യം 2 പേജ് നമ്മൾ നോക്കിയോളൂ. അത് ഇന്ന് തന്നെ എല്ലാവരും ഫീഡ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനിയിപ്പോ നമുക്ക് അടുത്ത ആഴ്ച ക്ലാസ്സിൽ നിന്ന് നമുക്ക് അറിയില്ല, ടൈം ടേബിൾ അടുത്ത തന്നെ നിങ്ങൾക്ക് തരും. സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ, പ്രോഗ്രാമിലേക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വേഗം തന്നെ നിങ്ങൾക്ക് ടൈം ടേബിൾ തരും. അപ്പൊ നമുക്ക് അറിയാം. പിന്നെ ആഴ്ചയിൽ ഒരു ക്ലാസ്സിലേക്കാണോ വരുന്നതെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇത് എടുത്ത് വെച്ചിട്ട് ഇനി അടുത്ത ദിവസം എന്റെ ക്ലാസ്സുള്ള ദിവസം എല്ലാം ബുക്ക് തുറക്കട്ടെ കേട്ടോ. ഇന്ന് തന്നെ ഒന്ന് ഇത്രയും കാര്യങ്ങളൊന്ന് വായിച്ചു വെക്കുക. ഓക്കെ, എന്ന് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. മിസ് അവിടെ അടുത്ത മിസ് ഇവിടെ വെയിറ്റിംഗ് ആണ്. ഓക്കെ, എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. Okay, ma'am. ഓക്കെ, താങ്ക് യു. Thank you, ma'am. ഓക്കെ, ബൈ. Thank you, ma'am.